അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SKICR ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് 2/1/2019 ബുധൻ. ഇന്നത്തെ വാർത്തകളുമായി KMS മൗലവി തിരൂർ. പ്രധാന വാർത്തകൾ. ഷംസുൽ ഉലമ പാണ്ഡിത്യത്തിന് ഔന്നത്യം നൽകിയ മഹാനെന്ന് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. മതബൗദ്ധിക സമന്വയ സ്ഥാപനങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഷെയ്ഖുൽ ജാമിഅ ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ. വിദ്യാർത്ഥികളുടെ സർഗശേഷികൾ ദീനി ദഅവത്തിന് ഉത്തമ വഴിയെന്ന് UM അബ്ദുറഹ്മാൻ മൗലവി. SKSSF ബഹ്റൈൻ മനുഷ്യജാലിക ജനുവരി 25. വാർത്തകൾ വിശദമായി. പാണ്ഡിത്യത്തിനു പോലും ഔന്നത്യം കൊണ്ടുവന്ന മഹാനായിരുന്നു ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. ദാരിമീസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി 7-ാം മൈലിൽ നടത്തിയ ഷംസുൽ ഉലമയുടെ ലോകം എന്ന സെമിനാറും മൗലിദ് സദസ്സും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു തങ്ങൾ. ഷംസുൽ ഉലമയുടെ വീക്ഷണത്തെ എതിർത്തവർ പോലും സമൂഹത്തിലെ നിലനിൽപ്പിനായി അദ്ദേഹത്തിനുണ്ടായ ബന്ധത്തെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ജീവിതകാലത്തുടനീളം ലാളിത്യം മുറുകെ പിടിക്കാൻ ഷംസുൽ ഉലമക്ക് കഴിഞ്ഞു. ഹദീസും ഖുർആൻ വചനങ്ങളും കൃത്യമായി നിർവഹിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. നമ്മൾക്ക് പോലും മനസ്സിലാക്കാനാവാത്ത അറിവിൻ്റെ ആഴം തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ആത്മീയ രംഗത്ത് ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കിയതോടൊപ്പം പൊതുജനങ്ങൾക്കിടയിലെ കർമ്മ പണ്ഡിതനായിരുന്നു ഷംസുൽ ഉലമ. ചില വ്യാജന്മാർ ആത്മീയ രംഗത്ത് അവകാശവാദമുന്നയിച്ച് രംഗത്തുണ്ട്. അത്തരം കള്ളനാണയങ്ങളെ തിരിച്ചറിഞ്ഞ് വിശ്വാസ സംരക്ഷണത്തിന് മുൻതൂക്കം നൽകണം. ഷംസുൽ ഉലമയെപ്പോലെ വിശുദ്ധർ ഏൽപ്പിച്ച സംഘടനയാണ് സമസ്തയെന്നും അതിനെ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്നും തങ്ങൾ വ്യക്തമാക്കി. ഷെയ്ഖുന PKP അബ്ദുസലാം മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. മൗലാന മൂസക്കുട്ടി ഹസ്രത്ത് അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു. AV അബ്ദുറഹ്മാൻ മുസ്ലിയാർ, MP മുസ്തഫൽ ഫൈസി, അബ്ദുസമദ് പൂക്കോട്ടൂർ, അഡ്വക്കേറ്റ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി, ഇബ്രാഹിം മുണ്ടക്കൽ എന്നിവർ വിഷയാവതരണം നിർവഹിച്ചു. മൗലിദിനും സമാപന പ്രാർത്ഥനയ്ക്കും ഷെയ്ഖുന മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ നേതൃത്വം നൽകി. മത വിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസത്തിന് അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണമെന്നും ഈ ദിശയിൽ വളർന്നുവരുന്ന മതഭൗതിക സമന്വയ സ്ഥാപനങ്ങൾ ഏറെ പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ഷെയ്ഖുൽ ജാമിഅ ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ പറഞ്ഞു. 3 ദിനങ്ങളിലായി നടന്ന MTM വാഫി കോളേജ് ദശവാർഷിക സമാപന സമ്മേളനത്തിൻ്റെയും പുതുതായി നിർമ്മിച്ച ഹോസ്റ്റൽ ബ്ലോക്കിൻ്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു ഷെയ്ഖുന. MTM ട്രസ്റ്റ് ചെയർമാൻ സൈനുൽ ആബിദിൻ സഫാരി അധ്യക്ഷത വഹിച്ചു. സ്മാർട്ട് ക്ലാസ് റൂമിൻ്റെയും കോളേജിലെ വിദ്യാർത്ഥികൾക്ക് നിർമ്മിച്ച ബൈത്തുൽ വഫായുടെ സമർപ്പണവും പ്രൊഫസർ അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരി നിർവഹിച്ചു. നവീകരിച്ച കുത്തുബി മെമ്മോറിയൽ ലൈബ്രറി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗം TS ഇബ്രാഹിം മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. അഹമ്മദ് വാഫി കക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ അബ്ദുറസാഖ് വാഫി ഫൈസി പ്രമേയ പ്രഭാഷണം നിർവഹിച്ചു. മഹാപ്രളയത്തിന് ശേഷം കടന്നുവന്ന പുതുവർഷത്തെ ജില്ലയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ സമൂഹം തയ്യാറാവണമെന്ന് സുന്നി യുവജന സംഘം വയനാട് ജില്ലാ കമ്മിറ്റി വെങ്ങമ്പള്ളി ഷറഫുൽ ഇസ്ലാം മദ്രസയിൽ സംഘടിപ്പിച്ച ആമില മീറ്റിൽ ആവശ്യപ്പെട്ടു. ആമില ജില്ലാ റئീസ് ഉസ്മാൻ ദാരിമി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ഇബ്രാഹിം ഫൈസി പേരാൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നീലമ്പം പള്ളത്തിൽ മുനവ്വിറുൽ ഇസ്ലാം മദ്രസ സ്മാർട്ട് ക്ലാസ് റൂം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗം ഷെയ്ഖുന മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു.
മുനവ്വിറുൽ ഇസ്ലാം മദ്രസ മാനേജിംഗ് കമ്മിറ്റി ട്രഷറർ VPP അബ്ദുറഹീം, ഹനീഫ് റഹ്മാനി, C അബ്ദുറസാഖ്, UP ഷെരീഫ്, ബഷീർ ഫൈസി മാണിയൂർ, കുഞ്ഞബ്ദുള്ള മാസ്റ്റർ, സമീർ കൊച്ചൻ, ജമാലിയ മസ്ജിദ് ഇമാം അബ്ദുസമദ്, അബ്ദുൽ ഖാദർ, K ഹാരിസ് എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് മദ്രസ വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ പ്രദർശനവും നടന്നു. മതവിജ്ഞാന വഴിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മദ്രസ വിദ്യാർത്ഥികളുടെ സർഗശേഷികളുടെ പ്രകടനം ആധുനിക ദീനീ ദഅവത്തിൻ്റെ ഉത്തമ വഴികളാണെന്നും വിദ്യാർത്ഥികൾ വിലയേറിയ സർഗ കഴിവുകൾ കാത്തുസൂക്ഷിക്കണമെന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജില്ലാ ജനറൽ സെക്രട്ടറി UM അബ്ദുറഹ്മാൻ മൗലവി പറഞ്ഞു. MICയിൽ നടന്ന ചട്ടഞ്ചാൽ റേഞ്ച് സമസ്ത ഇസ്ലാമിക കലാമേളയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാരന്തൂർ മഹല്ല് ജുമാ മസ്ജിദിൽ ജീലാനി അനുസ്മരണം നടത്തി. ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ, കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാർ എന്നിവരുടെ അനുസ്മരണവും നടന്നു. മഹല്ല് പ്രസിഡന്റ് N ബീരാൻ ഹാജി അധ്യക്ഷത വഹിച്ചു. മഹല്ല് ഖത്തീബ് മുനീർ ഫൈസി നേതൃത്വം നൽകി. റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യക്കകത്തും പുറത്തും ഗൾഫ് രാഷ്ട്രങ്ങളിലുമായി സംഘടിപ്പിക്കുന്ന SKSSF മനുഷ്യജാലിക ബഹ്റൈനിലും സംഘടിപ്പിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. രാഷ്ട്ര രക്ഷയ്ക്ക് സൗഹൃദത്തിൻ്റെ കരുതൽ എന്ന സന്ദേശമുയർത്തി വർഷം തോറും സംഘടിപ്പിക്കുന്ന മനുഷ്യജാലികയുടെ 13ാമത് സംഗമമാണ് ഈ വർഷം നടക്കുന്നത്. ബഹ്റൈനിൽ ജനുവരി 25 വെള്ളിയാഴ്ച നടക്കുന്ന മനുഷ്യജാലികയുടെ വിജയത്തിനായി സമസ്ത കേരള സുന്നി ജമാഅത്ത് ബഹ്റൈൻ പ്രസിഡന്റ് സയ്യിദ് ഫഖറുദ്ദീൻ കോയ തങ്ങൾ മുഖ്യ രക്ഷാധികാരിയും റബീഉ ഫൈസി അമ്പലക്കടവ് ചെയർമാനും അബ്ദുൽ മജീദ് ചേലക്കോട് ജനറൽ കൺവീനറുമായി വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചു. ഇസ്ലാമിക സമൂഹത്തെ സമുദ്ധരിക്കാൻ മഹല്ല് സംവിധാനം ഉപയോഗപ്പെടുത്തണമെന്നും സദാചാര ധർമ്മനിഷ്ഠ പാലിക്കുന്ന ഒരു സമൂഹത്തെ സജ്ജരാക്കാൻ മഹല്ല് നേതൃത്വവും മത പണ്ഡിതന്മാരും കർമ്മരംഗത്തിറങ്ങണമെന്നും സുന്നി മഹല്ല് ഫെഡറേഷൻ മേപ്പാടി പഞ്ചായത്ത് പ്രവർത്തക സംഗമം അംഗീകരിച്ച പ്രമേയത്തിൽ പറഞ്ഞു. സംഗമം മേപ്പാടി ടൗൺ ഖത്തീബ് അബൂബക്കർ റഹ്മാനി ഉദ്ഘാടനം ചെയ്തു. K സൈദലവി ഹാജി അധ്യക്ഷത വഹിച്ചു. പിണങ്ങോട് അബൂബക്കർ മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. ഉസ്മാൻ കാഞ്ഞായി പദ്ധതി വിശദീകരിച്ചു. ഷംസുദ്ദീൻ റഹ്മാനി, അബ്ദുറസാഖ് മൗലവി, മുസ്തഫ ഹാജി എന്നിവർ സംസാരിച്ചു. AK അലി മാസ്റ്റർ സ്വാഗതവും KK ഷമീർ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഷംസുൽ ഉലമ പാണ്ഡിത്യത്തിന് ഔന്നത്യം നൽകിയ മഹാനെന്ന് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. മതബൗദ്ധിക സമന്വയ സ്ഥാപനങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഷെയ്ഖുൽ ജാമിഅ ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ. വിദ്യാർത്ഥികളുടെ സർഗശേഷികൾ ദീനി ദഅവത്തിന് ഉത്തമ വഴിയെന്ന് UM അബ്ദുറഹ്മാൻ മൗലവി. SKSSF ബഹ്റൈൻ മനുഷ്യജാലിക ജനുവരി 25. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കുക. skicr@skssf.news@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.